السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين وبعد فإني أوصيكم وإياي بتقوى الله. ബഹുമാനപ്പെട്ടവരെ, ഒരു സംശയം വന്നത് ചാണകം, കോഴിക്കാഷ്ടം, ആട്ടും കാഷ്ടം തുടങ്ങിയ നജസ്സുകളെ വിൽപ്പന നടത്താൻ പറ്റുമോ ഇല്ലയോ എന്നതാണ്. അതിന് മറുപടി, പരിശുദ്ധമായ ശറഅ് പറയപ്പെട്ട വിൽപ്പന ഈ പറയപ്പെട്ട സാധനങ്ങളിൽ നടത്താൻ പാടില്ല എന്നതാണ്. കാരണം ദീൻ പറയുന്നത് നജസ്സുകളെ വിൽക്കാൻ പാടില്ല എന്നതാണ്. എന്നാൽ നജിസിനെ വിൽക്കാൻ പറ്റുമോ ഇല്ലയോ? നജസും നജിസും വ്യത്യാസമുണ്ട്. നജസ് എന്ന് പറഞ്ഞാല് ആ നജസിന്റെ അയിന്, ആ തടി. നജിസ് എന്ന് പറഞ്ഞാല് നജസായ സാധനം. ഉദാഹരണം, ഒരു കുപ്പായം, അതിൽ നിറച്ച് ചോര ഇങ്ങോട്ടാണ് പോരേണ്ടത്, അപ്പൊ നജസായ സാധന. അതിന് ശുദ്ധീകരിക്കാൻ കഴിയോ? ശുദ്ധീകരിക്കാൻ കഴിയും, അതിന് വിൽക്കാനും പറ്റും. അപ്പൊ നജസ് ആയ സാധനം ശുദ്ധീകരിക്കാൻ കഴിയുന്നതാണെങ്കിൽ അതിനെ വിൽക്കാൻ പറ്റും. അയിനു നജസിനെ, ആ നജസിന്റെ തടി, അതിനെ വിൽക്കാൻ പറ്റൂല. കാരണം പരിശുദ്ധമായ ദീൻ പറയുന്നത്, ബഹുമാനപ്പെട്ട ഫുഖഹാവൊക്കെ പറയുന്നത്, വലിൽ മബീഇ ശുറൂത്തുൻ, വിൽക്കപ്പെടുന്ന സാധനങ്ങൾക്ക് ഒരുപാട് നിബന്ധനകളുണ്ട്, ഷർത്തുകളുണ്ട്. അഹദുഹ, അവകളിൽ നിന്ന് ആദ്യത്തേത്, ബഹുമാനപ്പെട്ട തുഹ്ഫ 4-ാം വാള്യം 259 ഈ വിഷയം കാണാം. അവകളിൽ ഒന്നാമത്തേത് അതിന്റെ അയിന് ത്വഹാറത്തായിരിക്കണം, ശുദ്ധിയായിരിക്കണം എന്നതാണ് പറയുന്നത്. അപ്പൊ അതിന്റെ തടി ശുദ്ധിയുള്ളതായിരിക്കണം. തടി തന്നെ നജസായതാണെങ്കിൽ അതിന് വിൽക്കാൻ പറ്റൂല എന്നതാണ് പറയുന്നത്. അവിടെ തടി തന്നെ നജസായ സാധനത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. കള്ള്, അത് വിൽക്കാൻ പറ്റൂല. കാരണം തടി തന്നെ എന്തായതാണ്? നജസായതാണ്. അപ്പൊ അതിന് വിൽക്കാൻ പാടില്ല എന്ന് തുഹ്ഫ കൃത്യമായി പറയുന്നുണ്ട്. ആ കള്ളിനെ കുറിച്ച് പറയുന്നിടത്ത് തുഹ്ഫ പറയുന്നത്, യാനിൽ മുസ്കിറ, ഇസ്കാർ, മസ്തുണ്ടാക്കുന്ന കള്ളിനെ എന്താക്കാൻ പറ്റൂല, വിൽക്കാന് പറ്റൂല എന്ന് ബഹുമാനപ്പെട്ട തുഹ്ഫത്തുൽ മുഹ്താജ് പറഞ്ഞു. അപ്പൊ ഇതിനൊക്കെ മനസ്സിലാകുന്ന സംഗതി, തടി തന്നെ നജസായ സാധനത്തിന് വിൽക്കാൻ പറ്റൂല. അപ്പൊ അതിൽ നിന്ന് മനസ്സിലാക്കാം, കോഴിക്കാഷ്ടം, ചാണകം, അതുപോലെ തന്നെ ആട്ടും കാഷ്ടം എന്നൊക്കെ തടി തന്നെ നജസായതാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ പറയപ്പെട്ട കോഴിക്കാഷ്ടം, ചാണകം, അതുപോലെ ആട്ടും കാഷ്ടം, ഇതിലൊന്നും ഇവന് മിൽക്കില്ല എന്നതാണ്. സംഭവം അതിന്റെ പശുവാണ്, അതിന്റെ കോഴിയാണ്, അല്ലെങ്കിൽ എന്റെ ആടാണ് അത് എന്ന് കരുതിയിട്ട് അവകളിൽ എനിക്ക് മിൽക്കുള്ളത് പോലെ, ഉടമസ്ഥാവകാശം ഉള്ളതുപോലെ, പിന്നെ ഇവകളെ കാഷ്ടങ്ങളിൽ എനിക്കെന്തില്ല, ഉടമസ്ഥാവകാശമില്ല. അപ്പൊ എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ല എന്ന് കരുതിയിട്ട് പിന്നെ എല്ലാവർക്കും ഈ പയ്യന്റെയും ആടിന്റെയും അതുപോലെ തന്നെ കോഴിന്റെ ഒക്കെ കാഷ്ടം വാരി കൊണ്ടുപോകാൻ പറ്റുമോ? എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ലല്ലോ എന്ന് പറഞ്ഞാണ്ട് മണ്ടി പോയിട്ട് എന്താ പറ്റൂല, വാരി കൊണ്ടുപോകാൻ പറ്റൂല. പക്ഷെ എനിക്ക് ഉടമസ്ഥാവകാശം ഇല്ലെങ്കിലും കൈവശാവകാശം ഉണ്ട്. അതിനെ പറ്റി പരിശുദ്ധമായ ദീൻ പറഞ്ഞത്, ഫുഖഹാ പറഞ്ഞ യദ് എന്നാ പറഞ്ഞത്. യദ്, കൈവശാവകാശം. കൈവശാവകാശ പ്രകാരം എനിക്ക് എന്താക്കാം, ഈ പറയപ്പെട്ട കോഴി ചാണകം, അല്ല കോഴിക്കാഷ്ടം, ചാണകം, അതുപോലെ ആട്ടും കാഷ്ടമൊക്കെ ഒരാൾക്ക് നൽകിയിട്ട് കൈവശാവകാശത്തിന്റെ അടിസ്ഥാന പ്രകാരം എനിക്ക് പണം സ്വീകരിക്കാം. അതിന് കുഴപ്പമില്ല. നേരിട്ട് ശറഅ് പറഞ്ഞ വിൽപ്പന പാടില്ല എന്നേ ഉള്ളൂ. നേരെ മറിച്ച് ഞാൻ എന്ത് പറഞ്ഞു, ഈ പറയപ്പെട്ട ചാണകത്തിലുള്ള എന്റെ ഹക്കിനെ നിനക്ക് ഞാൻ തന്നു, നിനക്ക് ഞാൻ സ്ഥിരപ്പെടുത്തി തന്നു ഇന്നാലിന്റെ പൈസക്ക് പകരമായിട്ട്, അതിന് കുഴപ്പമില്ല. അത് പരിശുദ്ധമായ ദീൻ പരിചയപ്പെടുത്തിയ വിൽപ്പനയുടെ പരിധിയിൽ അത് പെടുന്നില്ല. അങ്ങനെ എന്താക്കാം, നമുക്ക് ചാണകം ഒരാൾക്ക് കൊടുത്ത്, അല്ലെങ്കിൽ കോഴിക്കാഷ്ടം ഒരാൾക്ക് കൊടുത്ത്, അല്ലെങ്കിൽ ആട്ടും കാഷ്ടം ഒരാൾക്ക് കൊടുത്ത് അതിന്റെ പണം സ്വീകരിക്കുന്നതിന് കുഴപ്പമില്ല. ബഹുമാനപ്പെട്ട ഷർവാനി 4-ാം വാള്യം 259 പേജിൽ പറയുന്നുണ്ട്. യാനിൽ മുസ്കിറ എന്ന് പറഞ്ഞതിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട ഷർവാനി പറയുന്നത് കാണാം, വയജൂസു നഖ്ലുൽ യദി അനിൻ നജസി ബിദ്ദറാഹിമി. അല്ലോ, വയജൂസു, ജായിസാകും, നഖ്ലുൽ യദി, കൈവശാവകാശത്തെ എന്താക്കാം, നീക്കൽ ജായിസാകും, അനിൻ നജസി,
നജസിനെ തൊട്ടുള്ള കൈവശാവകാശത്തെ, നജസിനെ തൊട്ടുള്ള നമ്മുടെ ചാണകം, നമ്മൾ ഉദാഹരണം പറഞ്ഞല്ലോ, ചാണകം, അതുപോലെ തന്നെ കോഴിക്കാഷ്ടം, മാട്ടും കാഷ്ടം, ഇവകളെ തൊട്ടുള്ള കൈവശാവകാശത്തെ നീക്കം ചെയ്യൽ ജായിസാകും ബിദ്ദറാഹിമി, കാശുകൾക്ക് പകരമായിട്ട്. അപ്പൊ ഈ രൂപം അങ്ങനെ ഒരു ഉദാഹരണം പറയാം. അസ്ബത്തുലക്ക ഹഖി ഫി കദാ ബി കദാ. അസ്ബത്തുലക്ക, നിനക്ക് ഞാൻ സ്ഥിരപ്പെടുത്തി തന്നു, ഹഖി എന്റെ അവകാശത്തെ, ഫീ കഥ ഈ ചാണകത്തിലുള്ള എന്റെ അവകാശത്തെ നിനക്ക് ഞാൻ സ്ഥിരപ്പെടുത്തി തന്നു, ബി കഥ ഈ 200 രൂപയ്ക്ക് പകരമായിട്ട്, അല്ലെങ്കിൽ 100 രൂപ, ഉദാഹരണം പറയാം. അങ്ങനെ സ്ഥിരപ്പെടുത്തി കൊടുത്തിട്ട് നമുക്ക് എന്താക്കാം, ഈ ചാണകം, കോഴിക്കാഷ്ടം, മറ്റൊക്കെ നജസുകളായ ഈ നമ്മളെ വളങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കൊടുത്തിട്ട് പൈസ സ്വീകരിക്കാം. ഈ ഒരു രൂപം ദീൻ പരിചയപ്പെടുത്തിയ കച്ചവടത്തിന്റെ പരിധിയിൽ പെടുന്നില്ല. ഈ രൂപത്തിൽ എന്താക്കി കൊടുക്കാം, നമുക്ക് ചാണകം കൊടുത്തിട്ട് അതിന്റെ പൈസ തിരികെ വാങ്ങാം. അതുപോലെ കോഴിക്കാഷ്ടവും മാട്ടും കാഷ്ടവും കൊടുത്തിട്ട് അതിന്റെ പൈസ നമുക്ക് എന്താക്കാൻ വാങ്ങാൻ പറ്റും. അപ്പൊ ആ രൂപത്തിൽ പറ്റും. കൈവശാവകാശം മറ്റൊരാൾക്ക് കൊടുത്തിട്ട് അതിന്റെ പകരം നമ്മൾ പണം സ്വീകരിക്കുക. ഈ രൂപത്തിൽ വേണമെങ്കിൽ നമുക്ക് കച്ചവടത്തിന്റെ പരിധിയിലല്ലാത്ത ഈ രൂപത്തിൽ നമുക്ക് വേണമെങ്കിൽ വിനിമയം നടത്താം. അല്ലാഹു സുബ്ഹാനഹു വതആല ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കുവാനും ഹലാലിന്റെ മാർഗത്തിൽ ചെലവഴിക്കാനും നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഉസീകും ബിദ്ദുആ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.